UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്ന AK ബാലന്റെ പരാമർശം ഗുജറാത്തിൽ സംഘപരിവാർ പയറ്റിയ തന്ത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ബാലന്റെയും വെള്ളാപ്പള്ളിയുടെയും പ്രസ്താവനകൾ കൂട്ടി വായിക്കണം. ബാലന്റെ പ്രസ്താവനയെ ബിനോയ് വിശ്വം പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ജമാഅത്തേക്കാളും വൃത്തികെട്ട രൂപത്തിലല്ലേ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പ്രതികരിക്കുന്നത്? അപ്പൊ ഏതെങ്കിലും രൂപത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നത്. അപ്പൊ ഒരു മാറാടും രണ്ടാം മാറാടും എന്നല്ല ഉണ്ടാവുക. മാറാട് കലാപം ഓർമ്മപ്പെടുത്തി AK ബാലൻ നടത്തിയ പ്രസ്താവന സംഘപരിവാറിന്റെ ഗുജറാത്ത് മോഡൽ തന്ത്രമാണെന്ന് പ്രതിപക്ഷ ആരോപണം. പ്രസ്താവനയോടുള്ള CPIയുടെ നിലപാട് ചോദിക്കുകയാണ് VD സതീശൻ. CPMന്റെ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് AK ബാലൻ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനയെ എതിർത്ത CPI നേതാവ് ബിനോയ് വിശ്വം AK ബാലൻ നടത്തിയ ഈ വർഗീയ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നുണ്ടോ? AK ബാലന്റെ പ്രസ്താവന തനി വർഗീയത വിളമ്പുന്നതാണെന്നും അത് AK ബാലനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. എന്ത് പച്ച വർഗീയതയാണ്? തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ ആ തോറ്റതിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിച്ച് നടപടിയെടുക്കുന്നതിന് പകരം കുരുടൻ ആനയെ കണ്ട പോലെയാണ് CPMന്റെ നേതാക്കന്മാരുടെ സ്ഥിതി. AK ബാലനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. AK ബാലന്റെ വായിൽ നിന്ന് പുറത്തു വരുന്നത് പിണറായി വിജയന്റെ മനസ്സിലെ വിഷമാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനേഷ് പറഞ്ഞു. ഇന്നലെ പറഞ്ഞ പ്രസ്താവന അത് കേരളത്തിന്റെ സാമൂഹ്യ മനസ്സിനെ വിഭജിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഒരു മതധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ഒരു തീവ്രമായ ശ്രമം CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം.